ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസിന്ത ആർഡനും രാഹുൽ ഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അതിനൊരു ഉത്തരമുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ജസിന്ത ആർഡനിലേക്ക് നമ്മൾ കടന്നുപോയാൽ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 1% പോലും വരാത്ത മുസ്ലിങ്ങളെ സംരക്ഷിച്ചു നിർത്തിയ ഒരു പ്രധാനമന്ത്രി, അവരുടെ വോട്ട് ബാങ്കിനോ അവരുടെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾക്കോ ഈ ഒരു 1% ഒരിക്കലും മുന്നോട്ട് വരികയില്ല എന്നറിഞ്ഞിട്ട് പോലും ആ 1%നോടൊപ്പം അവരിൽ ഒരാളായി അവരുടെ ഐഡന്റിറ്റി സ്വീകരിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ വിഷമങ്ങളെ മാറ്റിമറിച്ച പ്രധാനമന്ത്രി ജസിന്ത ആർഡനെ ലോകം വരവേറ്റത് ഈ ഒരു പ്രവൃത്തിയുടെ പേരിലാണ്. മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന, മനുഷ്യൻ എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട, അവൻ എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട, അവൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി എത്രത്തോളം മാതൃകാപരമായിട്ടുള്ള സന്ദേശമാണ് നൽകുന്നതെന്ന് നമ്മൾ ഓർത്താൽ നല്ലത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ജസിന്തയോട് അടുക്കുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ റോഡിൽ വീണ് കിടക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ വാഹനത്തിലൂടെ കൊണ്ടുവന്ന് അയാൾക്കേറ്റ മുറിവ് രാഹുൽ ഗാന്ധി തന്നെ തുടച്ചു മാറ്റുന്ന ആ രക്തക്കറ തുടച്ചു മാറ്റുന്ന ഒരു ദൃശ്യം ആ മാധ്യമ പ്രവർത്തകൻ തൻ്റെ ഫോണിലൂടെ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടപ്പോൾ ആ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ജസിന്തയല്ലേ ഓർമ്മിപ്പിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മുന്നിലോട്ട് വെച്ച പദ്ധതികൾ, ആ പദ്ധതിയിലൂടെയുള്ള നിരീക്ഷണങ്ങളൊക്കെ എവിടെയാണ് എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ ലോകം അംഗീകരിച്ച ജസിന്തയിലേക്ക് തന്നെയാണ്. അതായത് തൻ്റെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും തൻ്റെ രാജ്യത്തെ എല്ലാ മതവിഭാഗക്കാരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന രാഹുൽ ഗാന്ധിയും ജസിന്ത ആർഡനും തമ്മിലുള്ള ബന്ധം അവരുടെ പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയായിരിക്കാം ചിലപ്പോൾ രാഹുൽ ഗാന്ധിയിലൂടെ നേടുന്നത് എന്നാണ് VT ബൽറാം ഒരു പരിപാടിയിൽ വെച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് കടന്നു പോയാൽ തന്നെ ഈ രാജ്യത്ത് ഇറച്ചി കഴിക്കുന്നവനെ വരെ വേട്ടയാടി കൊല്ലുന്ന സാഹചര്യത്തിൽ നിന്നും ജസിന്ത എന്ന ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നത് എന്തായിരിക്കണം ഒരു പ്രധാനമന്ത്രി, ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഒരു പ്രധാനമന്ത്രി നൽകേണ്ടത്, കാഴ്ചവെക്കേണ്ടത് എന്നൊക്കെയാണ്. ആ പ്രധാനമന്ത്രിയുടെ ആ ശൈലിയിലേക്ക് നമ്മുടെ രാജ്യവും കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വോട്ടുകളും നന്മയുടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾക്ക് നൽകണം എന്നതായിരുന്നു VT ബൽറാം സൂചിപ്പിച്ചത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതിലൂടെ ഇങ്ങനെയൊരു പ്രധാനമന്ത്രി ആയിരിക്കാം ചിലപ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിലുള്ള ഒരു പ്രധാനമന്ത്രി ആയിരിക്കാം രാഹുലിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എന്നാണ് VT ബൽറാം ആ പരിപാടിയിലൂടെ പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ മാറ്റങ്ങളിലേക്ക് കടന്നു പോകണം. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വേട്ടയാടപ്പെടുന്ന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ആശ്വാസം നേരിടണമെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഈ രാജ്യത്ത് അനിവാര്യമാണ്. അതിന് നല്ല ഒരു സ്ഥാനാർത്ഥിയിലൂടെ അല്ലെങ്കിൽ ഒരു നല്ല ഒരു പ്രധാനമന്ത്രിയിലൂടെ രാജ്യം മുന്നോട്ട് പോയാൽ മാത്രമേ ആ മാറ്റങ്ങളിലേക്ക് കടന്നു പോവാൻ ഈ രാജ്യത്തിന് സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.